പാകിസ്ഥാൻ മുർദാബാദ് 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 പാകിസ്ഥാൻ മുർദാബാദ് പാകിസ്ഥാൻ. കശ്മീർ ജനതയെ ദാരിദ്ര്യത്തിലും അസ്ഥിരാവസ്ഥയിലും ഒക്കെ കൊണ്ടുചെന്നെത്തിച്ചാണ് പാകിസ്ഥാൻ എന്നും ഒപ്പം കൂട്ടാൻ ശ്രമിച്ചിരുന്നത്. അങ്ങനെയാണ് പലപ്പോഴും യുവതലമുറയെ അവർ തീവ്രവാദത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ആ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ടൂറിസം ബേസ് ചെയ്തുകൊണ്ട് ചിലർ കാർ ഡ്രൈവർമാരായി ഹോട്ടലുകൾ നടത്തി എന്തെങ്കിലും കച്ചവടങ്ങൾ ചെയ്തൊക്കെ അവർ നന്നായി തന്നെ ജീവിക്കുന്നുണ്ട്. അവർക്ക് ഞങ്ങളുടെ നാട് രക്ഷപ്പെടണം, അങ്ങനെ ഞങ്ങളും രക്ഷപ്പെടണം, ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് ജമ്മു കശ്മീർ എന്ന് ഏറ്റവും നന്നായി ഇന്നറിയാവുന്നത് കശ്മീരിലെ ജനതയ്ക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കൂട്ടം മനുഷ്യരുടെ ജീവനെടുത്ത് പാക് തീവ്രവാദികൾ താണ്ഡവമാടിയപ്പോൾ മറ്റ് മനുഷ്യർക്ക് പ്രതിരോധം തീർത്ത് കശ്മീർ ജനത തെരുവിലിറങ്ങിയത്. മെഴുകുതിരി തെളിച്ച് കടകളടച്ച് കശ്മീർ ജനത കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻ മുർദാബാദ് എന്ന അലറി വിളിക്കുകയായിരുന്നു ആ ജനക്കൂട്ടം. ഇത് വലിയൊരു വിജയമാണ്. പാക് ഭരണകൂടം അല്ലെങ്കിൽ പാക് തീവ്രവാദികളൊക്കെ തയ്യാറാക്കി വെച്ചിരുന്ന മാസ്റ്റർ പ്ലാൻ പൊളിഞ്ഞടുങ്ങുന്നതിന്റെ ഉത്തമ ഉദാഹരണം. ഇത് തന്നെയാണ് പാകിസ്ഥാനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. അവരുടെ ഇഷ്ടങ്ങൾക്ക് ഇന്ന് കശ്മീർ ജനതയെ കിട്ടുന്നില്ല. വിരലിൽ എണ്ണാവുന്നവരെ കിട്ടുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഇന്നലെ അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. എങ്ങനെയും കശ്മീരിനെ ഇല്ലാതെയാക്കണം. അതിനുവേണ്ടി തന്നെയാണ് കശ്മീർ ജനതയെ മാറ്റി നിർത്തി പകരം വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. വിനോദസഞ്ചാരികളെ പേടിപ്പിച്ചാൽ, അവരെ കൊന്നൊടുക്കിയാൽ പിന്നീട് വിനോദസഞ്ചാരത്തിനെന്ന പേരിൽ ആരും തന്നെ കശ്മീരിലേക്ക് വരില്ല. അങ്ങനെ വന്നാൽ ടൂറിസം മേഖല തകർന്നടിയും. കശ്മീർ ജനത എന്നേക്കുമായി അവസാനിക്കും. അങ്ങനെ വന്നാൽ ഞങ്ങളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടത്തിയെടുക്കാം. ഈ പദ്ധതിയാണ് കഴിഞ്ഞ ദിവസം പൊളിഞ്ഞടുങ്ങിപ്പോയത്. ഒരു മലയാളി അടക്കം 28 പേരാണ് കശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കൊച്ചിയിലെ ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രനാണ് കൊല്ലപ്പെട്ട മലയാളി. അദ്ദേഹം തന്റെ ഭാര്യയ്ക്കും മകൾക്കും കൊച്ചുമക്കൾക്കും ഒപ്പം ടൂർ പോയതാണ്. ഭാര്യയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് വാഹനത്തിൽ ഇരിക്കുകയായിരുന്നു. തന്റെ മകളെയും കൊച്ചുമക്കളെയും കൂട്ടിയാണ് രാമചന്ദ്രൻ പഹൽഗാമിൽ പോയത്. ആ മകളും ചെറുമക്കളും ഒക്കെ നോക്കി നിൽക്കുകയാണ് അദ്ദേഹത്തെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി അവന്മാർ തീർത്തത്. ആ നശിച്ച നിമിഷത്തെക്കുറിച്ച് ആ മകൾ പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛനോട് അവർ കലിമ ചൊല്ലാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ഐ എം നോട്ട് എ മുസ്ലിം. ഇതോടുകൂടി ഒട്ടും തന്നെ താമസിക്കാതെ അദ്ദേഹത്തെ വെടിവെച്ചൊടുക്കുകയായിരുന്നു. ഉടനടി അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു. രാമചന്ദ്രന്റെ മകളും കൊല്ലപ്പെടേണ്ടതായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഒപ്പമുണ്ടായിരുന്ന രാമചന്ദ്രന്റെ ചെറുമക്കൾ കരഞ്ഞു. തീവ്രവാദികൾ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെയാണ് ഇവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും നിങ്ങൾ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കിയവർ ഹിന്ദുക്കളാണ് എന്ന് സ്ഥിരീകരിച്ചു തന്നെയാണ് ഓരോരുത്തരെയും വെടിവെച്ചിട്ടത്. ചിലരോട് ചോദിച്ചു, നിങ്ങൾ ഹിന്ദുവാണോ മുസ്ലിമാണോ, നിങ്ങളുടെ ID കാർഡ് കാണിക്കൂ. ചിലരോട് ആദ്യം പേര് ചോദിച്ചു, പിന്നീട് പറഞ്ഞു കലിമ ചൊല്ലാൻ. കലിമ അതെന്താണെന്ന് അറിയില്ല, ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഒട്ടും തന്നെ താമസിക്കാതെ അവരെയും വെടിവെച്ചിട്ടു. കലിമ ചൊല്ലിയതിന്റെ പേരിൽ മാത്രം രക്ഷപ്പെട്ടതാണ് ഞങ്ങൾ എന്നാണ് അസമിൽ നിന്നുള്ള ദേബാശിഷ് ഭട്ടാചാര്യ പറഞ്ഞത്. അസമിലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണ് ഞങ്ങളുടെ വീട്. കലിമ ചൊല്ലാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഏതാണ്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ വരികൾ ചൊല്ലി. ഇതോടുകൂടി ഞങ്ങൾ ഇസ്ലാം മത വിശ്വാസികളാണ് എന്ന് തെറ്റിദ്ധരിച്ച് മറ്റൊരു വ്യക്തിയിലേക്ക് തിരിഞ്ഞു. ആ വ്യക്തി മുസ്ലിം അല്ല എന്ന് മനസ്സിലായപ്പോൾ ഇവർ അവരെ വെടിവെച്ചിട്ടു എന്നാണ് ദേബാശിഷ് ഭട്ടാചാര്യ പറയുന്നത്. സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിലായിക്കോട്ടെ, അഖണ്ഡതയുടെ കാര്യത്തിലായിക്കോട്ടെ, സൈനിക ശക്തിയുടെ കാര്യത്തിലായിക്കോട്ടെ, ഒരു രീതിയിലും ഇന്ത്യയെ വെല്ലാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വെറും നാറിയ കളി പുറത്തെടുത്തതാണ് പാകിസ്ഥാൻ. ഞങ്ങളുടെ രാജ്യത്ത് നടക്കുന്നത് പോലെ ഇന്ത്യയിൽ നടക്കുമെന്ന് അവർ കരുതി. ഇസ്ലാം മതവിശ്വാസികളും ഹിന്ദു മതവിശ്വാസികളും തമ്മിൽ കൂട്ടിയടിക്കാൻ അവർ ഒരു വെടിമരുന്നിട്ടതാണ്. അതിന് 28 മനുഷ്യരുടെ ജീവനാണ് അവന്മാർ എടുത്തത്. ഇതിനുള്ള തിരിച്ചടി നൽകിയിരിക്കുമെന്ന് ഇന്ത്യൻ ഭരണകൂടം ഉറപ്പ് നൽകുമ്പോൾ അവന്മാരെ തീർക്കണമെന്നാണ് ജാതി മത വ്യത്യാസമില്ലാതെ, വർണ്ണവർഗ വിവേചനമില്ലാതെ, രാഷ്ട്രീയ ഭേദമന്യേ ഓരോരുത്തരും പറയുന്നത്. അപ്പോഴും ചിരിക്കുന്നവരുമൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. എങ്കിലും യഥാർത്ഥ ഇന്ത്യക്കാർ അങ്ങനെ പറയുകയുള്ളൂ. പക്ഷേ ഇന്ത്യ ആയതുകൊണ്ട് തിരിച്ചടി നൽകിയതിനു ശേഷം മാത്രമേ നമ്മൾ അറിയുകയുള്ളൂ ആ തിരിച്ചടി നൽകിയെന്ന വാർത്ത, അവിടെ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് എന്ന വാർത്ത, പാകിസ്ഥാൻ ഈ ഭൂലോകത്ത് നിന്നേ മാഞ്ഞുപോയി എന്ന വാർത്ത കേൾക്കാനാണ് ഇപ്പോൾ ഓരോ ഇന്ത്യക്കാരനും കാത്തിരിക്കുന്നത്. എത്രയും വേഗം ആ വാർത്ത കേൾക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്.